ഇതെന്താണ്ടായേ? എന്താ കാര്യം? ഇവിടെ പല കാര്യങ്ങളും ഉണ്ടാവും. താനാരാ? പുള്ളോപ്പാടിയിലെ സ്വത്തും പണവും കണ്ട് ലോഹ്യം കൂടാൻ വന്നാൽ മോഹത്താട്ടും. തന്റെ ചെക്കന് മോഹിക്കാൻ എന്റെ മോളെ കണ്ടുള്ളൂ. ഈ സ്വത്തും പണവും കണ്ട് ഭരിക്കണ്ട. അതിന് നിന്റെ തണ്ട സമ്പാദിക്കണം. എറിയും പോളെ പുറത്ത്. ഇതെന്തോട്ടിന് എന്റെ തന്തേനെ പറയണേ? അത് പള്ളി സെമിത്തേരിൽ സ്വസ്ഥായിട്ട് കിടന്നോട്ടെ. കാര്യങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിച്ചാ പോരെ. ചത്തുപോയവരൊക്കെ വിളിച്ച് സാക്ഷ്യം പറയാൻ സമയം എടുക്ക്. എന്റെ ദേവ്യം എന്തുട്ടുണ്ടായേ? ഇറങ്ങി പോവാൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ മുറ്റത്ത് ചവിട്ടാനുള്ള യോഗ്യതയുണ്ടോ നിങ്ങൾക്ക്? എന്തുണ്ടായെന്ന് ചെക്കനോട് പോയി ചോദിക്കേ. കുട്ടിയെ, ആന്റപ്പ ഉണ്ടാവോ അവിടെ? എന്താ ഉണ്ടായേ? പക്കാലത്ത് പറയാൻ വന്നിരിക്കണു. നോക്കി രസിക്കുകയാണല്ലേ? നീയും കൂടെ ഒത്താശ ചെയ്താ അവർ ഒളിച്ചോടി പോവാൻ നിന്നത്. ഒളിച്ചോടി പരിചയമുള്ളവരാണല്ലോ. നിന്റെ അടുത്ത കാട്ടവും കുത്തും പഠിപ്പിക്കാൻ വിട്ട് എന്നെ പറഞ്ഞാ മതി. അവനോ വീണ കുഴിയിൽ വീഴ്ത്താൻ എന്റെ മോളെ കിട്ടില്ല. നശിച്ചോള്. ആന്റപ്പാ, 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 വാതിലും പൂട്ടിട്ട് എവിടെ പോയി കിടക്കാ? പ്രേമം മരണം പോലെ ബലമുള്ളതും പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ. നദി അതിനെ മുക്കിക്കളയില്ല. ഒരുത്തൻ തന്റെ ഗൃഹത്തിലുള്ള മുഴുവൻ സമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. അപ്പൊ കളി മൂത്തേർക്കണ്. കിടാവ് വളർന്ന് ബുദ്ധിയും വിവരൊക്കെ ആയിപ്പോ ഇളയപ്പനൊരു വട്ടം വരച്ച് നിർത്തിയല്ലോ എന്റെ കർത്താവേ. തെണ്ടിത്തിരിഞ്ഞിങ്ങോട്ട് വരട്ടെ, പുറം പൊളിക്കും ഞാൻ. ജോലി പോണ കേസാ. ആദ്യത്തെ മാസം ശരിക്കും അടച്ചു. പിന്നെ ഒരു പൈസ പലിശയിലേക്കോ മുതലിലേക്കോ അടച്ചിട്ടില്ല. വക്കീൽ നോട്ടീസ് അയക്കാൻ ബോർഡ് തീരുമാനിച്ചപ്പോ ഒന്ന് വന്നതാ. ആ കാശിന് കിട്ടാമുള്ളാന്ന് എനിക്കറിയാം. എന്നാ ഭൂമി വില കെട്ടി കമ്പനി എടുക്കുകയോ വിൽക്കുകയോ ചെയ്തോട്ടെന്നൊക്കെയാ നല്ലത്. വേറൊരു സ്ഥലം കിട്ടുന്നവരെ വാടക നിശ്ചയിച്ച് വേണമെങ്കിൽ ഇവിടെ താമസിച്ചോളൂ. പറയണേല് വിഷമം തോന്നരുത്. അല്ല, ഒഴിയണച്ചൊഴിഞ്ഞോളൂ. ഒന്ന് ആലോചിച്ച് വേഗം വിവരം തരണം. എന്നെ വലക്കരുത്. എന്ത് വില കിട്ടും? ഇപ്പൊ ഭൂമിക്ക് വലിയ വിലയില്ലാത്ത കാല. തട്ടിക്കഴിച്ചു നോക്കിയാ പലിശയും മുതലും കഴിഞ്ഞ് കാര്യമായിട്ടൊന്നും വരാൻ സാധ്യതയില്ല. ഇളയപ്പാ, ഞാനങ്ങോട്ട് വന്നാ തല്ലോ? എന്തേ മോങ്ങിട്ട് പോന്നേ? 2 ദിവസം വീട് വിട്ടിപ്പോ വിശന്ന് തുടങ്ങിയ നിനക്കിപ്പോ ഇളയപ്പന്റെ ഒരു തമാശ. കാരവടി കന്നാലിനെ തല്ലാനുള്ളതാട്ടാ. പോത്തുപോലെ വലുതാ എന്നെ എങ്ങനെ തല്ലാൻ നാണല്ലേ ചങ്ങയെ? നിന്നെ കാണുന്നത് തന്നെ ഇപ്പൊ നാണം കിട്ട ഏർപ്പെടണ്ട. ഈ ഇളയപ്പനോട് നീ ഇങ്ങനെ ചെയ്തലോടെ പോത്തെ. അവരുടെ ആ മിറ്റത്ത് ചവിട്ടാനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? പോയി മാപ്പ് വേണ വീട്ടിൽ പോയിട്ട്. പിന്നെ ആ മിറ്റത്ത് സ്വർണ്ണത്തരി വെതിർക്കല്ലേ അവിടെ ചവിട്ടാ യോഗ്യത ഉണ്ടാന്ന്. ഞങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ ഇളയപ്പാ? എനിക്ക് ജോലി കിട്ടിയത് കണ്ട നിങ്ങള്. കളിച്ച് കളിച്ച് കർത്താവിനെ മറന്ന് കളിക്കണ്ടാട്ടാ. കക്കാനും തുടങ്ങിയോടാ നിക്ക്. ഏത് കളറുണ്ട് നിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്ക് നിർത്തിയേ? ഒരു പൂശ തന്നാണല്ലോ. ഈ ആന്റപ്പൻ കക്കൊന്നുമില്ലാട്ടാ. അതെ, കുഴൽപ്പണം സപ്ലൈ ചെയ്യാനായി ജോലി. മാസം ഒരു 10,000 ഇങ്ങോട്ട് പോയി. കൂടുതൽ കൊടുത്താൽ കൂടുതൽ കിട്ടും. എന്റെ ഒപ്പം 4 പഠിച്ച ജമാല് തന്ന ജോലിയാ. ഒരു 10 മാസം പണിത് കാശുണ്ടാക്കി വേറെ ബിസിനസ് തുടങ്ങി എന്തപ്പോ തെറ്റ്? നമ്മുടെ നാട് ഭരിക്കുന്ന ആൾക്കാരുടെ സൈഡ് ബിസിനസ് അത്. ഹവാലേ, നിനക്ക് ബുദ്ധി ഉണ്ടെന്ന് ഈ ഇളയപ്പനെ തോന്നി തുടങ്ങിട്ടാ. എന്തൂട്ടാച്ച ചെയ്തോ? പ്രേമം മാത്രം ഇവിടെ സമ്മതിക്കില്ല. ഞങ്ങളിത് പിടിച്ചേ. വൈകിട്ട് പോയിട്ട് ഒരു 4 കുടം അന്തികൾ അങ്ങോട്ട് വീശ്. പ്രേമത്തിനെ പറ്റി പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവില്ല. ആന്റപ്പൻ എന്ത് ചെയ്താലും മനസ്സോണ്ട് വെറുക്കണ്ടേട്ടാ. ഷോ, കാശ് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണേ. പോയി വരട്ടെ ചങ്ങായിയെ. തോട്ടം കായ്ച്ചു തുടങ്ങിയല്ലോ. കർത്താവേ, സ്തുതി ഉണ്ട് കേട്ടോ. എനിക്ക് അസൂയ തോന്നുന്നു. നിനക്ക് പ്രേമിക്കാൻ ഒരു കൊപ്രപ്പിണ്ണാക്കിനെങ്കിലും കിട്ടിയല്ലോ. പ്രേമിക്കുക, വീട്ടുകാർ കണ്ടുപിടിക്കുക, ഇങ്ങനെ ഇരുന്ന് കരയുക. ആ, ഇതൊക്കെ ഒരു രസം തന്നെയാണേ. പൊടി ദാ സുകുമാര കളയവരൻ വിളിക്കുന്നു. ചെല്ല്.
ഹായ്. എനിക്ക് ജോലി കിട്ടിട്ടാ ഹവാലേ എന്തുട്ടാ? അതൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്റെ വേദപുസ്തക ബൈബിളെ വീട്ടു തടങ്കലല്ലേ, വായിച്ചൂടങ്ങട്ട്. ഞാൻ പോണു, ധൃതിണ്ടേ. പിന്നെ ഈ തടങ്കല്ല അധികകാലം ഉണ്ടാവില്ലേട്ടാ. ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്, ഒരുങ്ങിയിരുന്നോ. രാത്രി ഉണ്ടായിരുന്നേ. ഈ ചെക്കൻ എങ്ങടെ പറയാണ്ട് എനിക്ക് പോയാവോ? ശവി കക്കൂസിലൊക്കെ നോക്കിയാ? അവിടെ നീയൊക്കെ കിടന്നുറങ്ങാറ് ഊര്യ. എന്റെ കുട്ടി ഇതിലെങ്ങാനും പോണ കണ്ടോ? ജീജി എവിടെയും കാണുന്നില്ല. തെരഞ്ഞു നടക്കാൻ ഒരു സ്ഥലമില്ല. എന്റെ ആന്റപ്പനും കാണാനില്ല. ഞാൻ വിഷമിക്കണ്ടോ? രണ്ടിനും ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ പോയി കൊണ്ടുവരാൻ ഉണ്ണിയായിരേ. ഉണ്ണിയായിരേ തകർച്ചയല്ല, അത്ര വെള്ളം വേഗം ഉണ്ണിയായിരേ ഉണ്ണിയായിരേ ഉണ്ണിയായിരേ. പൈസ എഴുതി വെച്ചാ മതി, വേഗം തന്നെ തരണ്ട്. ആയിക്കോട്ടെ മോളെ, അത്യാവശ്യത്തിന് എന്ത് വേണ്ടി വന്നാലും ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് വയ്ക്കോ. കുഞ്ഞു പൈതങ്ങൾ പട്ടിണിക്കിടരുത്. ഡാൻസ് ക്ലാസ്സും നിന്നു എന്നറിഞ്ഞു. ശിക്ഷിക്കുമ്പോ പടച്ചോൻ പൊതിരെ ശിക്ഷിക്കും. ആ ഒക്കെ ശരിയാവും. ചേർക്കാരെ കോടതി കൊണ്ടുപോകുമ്പോ ജീപ്പിന്ന് ചാടിന്നാ പറയണേ. തല്ലിച്ചാച്ചതാ, ചോറ് ചർത്തിച്ച് ആസ്പത്രിയിൽ ജയിൽ പാടില്ല. ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ആൾക്കൊരു കുഴപ്പമില്ല. ഒന്ന് വീണതിന് ഇവിടെ കിടന്ന് ഭൂമിയിൽ കൊണ്ടാക്കണ്ട. മാറ് മാറ്. കണ്ടോ കിടക്കണത്? എന്റെ റെക്കോർഡിന് എന്തേലും പറ്റിയാല് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. സ്റ്റേഷന്റെ മുമ്പേ വന്ന് കഴുത്ത് മുറിച്ച് ചാവും ഞാൻ. ഇതിനെന്താ പ്രാന്തുണ്ടോ? പിടിച്ചോണ്ട് പോകുന്നുണ്ടോ ഇവിടുന്ന്? നോക്കിക്കാണ്ട് പിടിച്ചോണ്ട് പോണോ? കൊണ്ടുപോണോ എങ്ങോട്ടാന്ന് വെച്ചാ നാജം. എന്തൊക്കെ ഞാൻ ചെയ്യാ? അല്ല, ഇതാര്? കെട്ടിലമ്മയോ? ഒടുവിൽ ഈ തറവാട്ട് പഠിക്കല് നീ വന്നൂല്ലേ? ഒരു തരി മണ്ണ് സ്വന്താക്കിയപ്പോ തന്നെ നിലമർന്ന് തന്നെ ഇറക്കി വിട്ടവനെ എവിടെടി? എന്നെയും കുട്ടികളെ സഹായിക്കണം. ഒരു നിവൃത്തിയില്ലാണ്ട ഈ പടിക്ക് വന്ന് യാചിക്കണം. രഘുവേട്ട ആശുപത്രിയില. നല്ല ചികിത്സ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. ജാമ്യം നിന്ന് പുറത്തിറക്കി തരണം. കടായിട്ട് മതി. ഏട്ടാ, രഘുവേട്ടൻ ആരെയും കൊന്നിട്ടില്ല. ഒക്കെ കള്ളക്കേസാ. കൊന്നിട്ടില്ലേ? പാവം പോലീസുകാർ പിന്നെ കള്ളം പറയാ. കണ്ടോ, അവൻ കുറ്റം ഏറ്റു പറഞ്ഞെന്ന്. ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനെന്ന് വ്യാജേന വിളിച്ചോണ്ട് പോയി
ആരും കാണാത്തെടുത്തിട്ട് വെട്ടിയും കുത്തിയും കൊന്നൂന്ന്. എന്നിട്ട് ബാറി കയറി മൂക്കത്തും കുടിച്ച് വീട്ടിൽ വന്ന് സ്വസ്ഥായി കിടന്നുറങ്ങിന്ന്. അവനെ ജാമ്യത്തിലെടുക്കാൻ തറവാട്ടിൽ പറഞ്ഞ ഞാൻ പോണല്ലേ? വേണ്ട, ഇനി ആരും സഹായിക്കണ്ട. ഇങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി ഈ പടിക്ക് വന്ന് യാചിച്ചതിന് ക്ഷമിക്ക. പോണു. കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടുപോയുള്ളൂ കോടതിയിലേക്ക്. ചാവാനുള്ള സൂക്കേടൊന്നും ഇല്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ല കുട്ടിയെ. കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ കിട്ടും പഴം തുണിക്കെട്ട് പോലൊരു മുതലിനെ. പിന്നാലെ നടന്ന് ഉള്ള കാശ് കളയാണ്ട് ആ കുട്ടിയോളെ പോറ്റാൻ നോക്ക്. ഉപദേശമൊന്നും വേണ്ട, മനസ്സിലായോ? ഓ, ഇതിന്റെ കാര്യവും പോക്ക. ആ കുട്ടികളുടെ ഒരു ഗതിയേ. ഇല്ല, അങ്ങനെ ഒരു ഗതി വരില്ല. നിനക്കൊന്നും തട്ടിക്കളിക്കാൻ നിന്റെ കുട്ടികളെ വിട്ടുതരില്ല ഞാൻ. ഞാനങ്ങോട്ട് വരികയായിരുന്നു. അപ്പൊ എന്താ തീരുമാനം? നാളെ വന്നോളൂ, ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ഏർപ്പാട് ചെയ്യാം. ആ, അപ്പൊ പേപ്പറൊക്കെ ശരിയാക്കിട്ട് വരാം. ആധാരം എന്റെ കയ്യിലുണ്ടല്ലോ. അല്ല, വീട് ഒഴിയാണോ അതോ വാടക നിശ്ചയിച്ച്? ഒഴിയാണ്. കുഞ്ഞാവാ, അമ്മ വന്നു. മോനെ പതുക്കെ. എന്താ മേച്ചമ്മയാത്ത? നാളെ വരും. എന്താ ജാമ്യം ശരിയായോ? ഉം. ആവോ, പടച്ചും തുളച്ച്. വാ. ചേർത്തേരെ, ഞാൻ ആ TV എടുത്താലൊന്നും ആലോചിക്കുക. കമ്പനിയൊന്നും ഒരു സൗകര്യം തരുന്നില്ല. കാശൊന്നും വേണ്ട, ഞാനത് കൊണ്ടുപോയിക്കോളാം. നാളെ വന്ന് ഊരിക്കൊണ്ടുക്കോളൂ. എന്നോട് വിഷമൊന്നും തോന്നരുത് കേട്ടോ. ഇല്ല. അയ്യോ, TV ഉണ്ടാവോ? വേണ്ടമ്മേ. കൊണ്ടേക്കോട്ടെ കുഞ്ഞാ, നമുക്കിനി TV ഒന്നും വേണ്ട. അച്ഛൻ വന്നാ മാത്രം മതി. അയ്യേ, ഈ അമ്മ എന്താ കാണിക്കണേ? ഇതിൽ വെള്ളമില്ല. കിങ്ങിണി, കുഞ്ഞിനെ തോർത്തി കൊടുക്ക. നമ്മൾ എങ്ങോട്ടാ പോണമേ? അമ്പലത്തിൽ തൊഴാൻ. അമ്പലത്തില് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണ്ട നമുക്ക്? ഈശ്വര, സമസ്താപരാധങ്ങളും പൊറുക്കണേ. എന്താ കരയണേ? ഇനി കരയില്ലട്ടോ മുത്തേ. നമുക്ക് ആർക്കും ഇനി കരയണ്ടല്ലേ? സത്യം. സത്യം. മാറിക്ക് കുട്ടിയെ, ദായി കുഞ്ഞൻ. വന്ന് ഭക്ഷണം കഴിച്ചോളൂ കുഞ്ഞാ. കിങ്ങിണി വാ.
ഒറ്റ മിനിറ്റ് അമ്മേ, നാളെ കൊണ്ടുപോകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കണ്ടോളൂ കേട്ടോ. അമ്മേ വരൂ. അമ്മ എന്താ ചോറുണ്ടാത്തെ? ഞാൻ പാല് കുടിച്ചോളാം, അമ്മയ്ക്ക് അത് മതി. പറ്റില്ല, ഒരു ഉരുളെങ്കിലും. എന്റെ അമ്മ പിന്നെ കരയുന്നു. നിക്ക് മതി, എനിക്ക് മതി. നിക്ക്, അമ്മയുടെ കൈകൊണ്ട് ഒരു ഉരുള എന്റെ പൊന്നുമക്കൾക്ക് തരട്ടെ. എനിക്കും വേണം. രണ്ടാക്കും തരാട്ടോ. മോനെ പാല് കുടിച്ചിട്ട് മോള് കൈ കഴുകിട്ട് വാ. മോനെ, അമ്മ പാല് തരട്ടെ. അയ്യേ, രസമേ ചേർത്തു. എന്നാ എനിക്ക് വേണ്ട. കുടിക്കൊക്കെ എങ്ങനെ അമ്മയ്ക്ക് സങ്കടാവണ്ട. മരുന്നിന്റെ ചൂര് കുടിച്ചോളൂ, അമ്മയ്ക്ക് ഇനി ഇതേ തരാനുള്ളൂ. അമ്മേ, തല കേട്ടണോ അമ്മ? ഉറക്കം വന്നിട്ടാ. മോൾക്കും തലചുറ്റുന്നുണ്ടാവൂലേ? അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിക്കോളൂ.